നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുംതോറും കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാമാന്യബോധം നഷ്ടമായി തുടങ്ങിയോ എന്ന് ന്യായമായും സംശയിക്കാവുന്ന തരത്തിലാണ് നിയമസഭയിലെ അവരുടെ പ്രകടനം. സഭയ്ക്കുള്ളിൽ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ച് പെരുമാറുന്ന പ്രതിപക്ഷത്തെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. ശബരിമല സ്വർണമോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് തങ്ങളുടെ പ്രതിഷേധം എന്നാണ് പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഉയർത്തുന്ന വാദങ്ങൾക്ക് സഭയ്ക്കുള്ളിൽ മന്ത്രിമാർ വസ്തുതകൾ നിരത്തി മറുപടി നൽകി. ശബരിമല കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയില്ലെന്നും അവർ പറയുന്നു. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. കുറ്റപത്രം സമർപ്പിക്കുന്നതിലും പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിലും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വളരെ കൃത്യമായി ഹൈക്കോടതി അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന എല്ലാ പ്രചാരവേലകളുടെയും മുനയൊടിക്കുന്ന നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയെയും അംഗീകരിക്കില്ലെന്ന നിലയിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ സമീപനം. ഹൈക്കോടതി നിരീക്ഷണത്തോടെ പ്രതിപക്ഷം നിരായുധരായിരിക്കുകയാണ്. ഇപ്പോഴിതാ ശബരിമല കേസിൽ UDF കൺവീനറെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. വസ്തുതകൾ പൊതുസമൂഹത്തിന് ബോധ്യമാകുമ്പോഴും പ്രതിപക്ഷ നേതാവ് അസത്യങ്ങൾ പ്രചരിപ്പിച്ച് നിയമസഭാ നടപടികൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാനും സുരക്ഷാ ജീവനക്കാരെ മർദ്ദിക്കാനുമെല്ലാം പ്രതിപക്ഷ MLA മാർ ശ്രമിക്കുകയാണ്. സർക്കാരിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ കിട്ടുന്ന അവസരമാണ് അടിയന്തര പ്രമേയം. സമരത്തിനാധാരമായി ഉന്നയിക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷം ഈ സമ്മേളനകാലത്ത് അടിയന്തര പ്രമേയത്തിന് പോലും നോട്ടീസ് നൽകാൻ തയ്യാറായിട്ടില്ല. ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരായ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോഴും അതിനെ അനുകൂലിക്കുന്ന നിലപാടല്ല പ്രതിപക്ഷം സ്വീകരിച്ചത്. സംസ്ഥാനത്തിന്റെ ശബ്ദം ഒറ്റക്കെട്ടായി നിയമസഭയിൽ നിന്ന് ഉയരേണ്ട സന്ദർഭത്തിൽ അതിനോട് നിഷേധാത്മകമായി പ്രതികരിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഈ നിലപാട് ആരെ സഹായിക്കാനാണ് എന്നതാണ് ചോദ്യം. സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന LDF സർക്കാരിനെതിരായി കെട്ടിപ്പൊക്കിയ നുണയുടെ ദന്തഗോപുരങ്ങൾ ഓരോന്നായി തകർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന ജാള്യതയാണ് ഈ വിധം ഉത്തരവാദിത്തരഹിതമായി പെരുമാറാൻ കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന ഈ നാടകങ്ങൾക്ക് പ്രതിപക്ഷം വലിയ വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്.